ഹായ് ഫ്രണ്ട്സ്, ഇലാൻസ് മാജിക്കൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുഡ് ഡോട്ട് നൂഡിൽസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ ഒരു എഗ് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 2 നൂഡിൽസും അതുപോലെ തന്നെ 2 മുട്ടയുമാണ്. അപ്പോൾ 2 നൂഡിൽസ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നൂഡിൽസ് എടുക്കുക. അതിലേക്കായിട്ട് 1.5 സവാള, മീഡിയം സൈസ് 1.5 സവാള, അതുപോലെ തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള സ്ലൈസ്, നല്ല കട്ടി കുറവിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുള്ള സവാളയാണ്. അപ്പോൾ അത് ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം ചെറിയ സവാളയാണ്. അപ്പോൾ ഒരു വലിയ സവാളയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ വല്ലാണ്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എഗ്ഗ് വെച്ച് ഉണ്ടാക്കുന്നതിന് പകരം ചിക്കൻ വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാ ഒന്നും ഇടാണ്ട് തന്നെ നമുക്ക് നമ്മളുടെ നൂഡിൽസ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന. കാരണം ഇത്രയും നല്ലൊരു നൂഡിൽസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ട് ഏറ്റവും നല്ലൊരു നൂഡിൽസാണ് RCMൻ്റെ ഗുഡ് ഡോട്ട് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ദിവസം കിട്ടേണ്ട പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിലൂടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല നൂഡിൽസ് തന്നെയാണ് നമ്മളുടേത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, ലേശം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ നൂഡിൽസിൽ ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, അതുപോലെ തന്നെ അയോഡൈസ്ഡ് ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒന്നുകൂടി വാടി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പോൾ ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ലേശം തക്കാളി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തക്കാളി, അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് വാടിപ്പോകേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും, ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ഇപ്പോൾ തന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ഒന്ന് വേവേണ്ട സമയം അതിന് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂഡിൽസ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്സ് മാവ്, കടലപ്പൊടി, സോയ പ്രോട്ടീൻ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ്, അയോഡൈസ്ഡ് ഉപ്പുണ്ട്, മല്ലിവിത്ത് പൊടിയുണ്ട്, അതുപോലെ ചോളം, ഉള്ളി ഉണക്കി പൊടിച്ചത്, കൂൺ പൊടിച്ചത്, പെരുംജീരകം, കുരുമുളക് പൊടി, ഉലുവ, ഇഞ്ചിപ്പൊടി, ഗ്രാമ്പു, പച്ചേലം, ജാതിക്ക, വെളുത്തുള്ളി, മുളക് പൊടി, ഉലുവയില, തവിടെണ്ണ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഓൾറെഡി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഇതിൽ. അപ്പോൾ എന്നാലും കുറച്ചും മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും നല്ലൊരു നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിട്ടുള്ള നൂഡിൽസാണ് നമ്മളുടെ ഗുഡ് ഡോട്ട് നൂഡിൽസ്. അപ്പോൾ എല്ലാവരും ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ എരിവ് നോക്കിയിട്ട് മതി. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ മക്കൾക്കാണെങ്കിൽ ഇതൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പച്ചക്കറിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിൽ ക്യാപ്സിക്കവും ഒക്കെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചക്കറികളൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട്, ക്യാരറ്റ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട്, അപ്പോൾ നമുക്ക് നമ്മളുടെ ക്യാരറ്റൊക്കെ ഒന്ന് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ക്യാപ്സിക്കവും ക്യാബേജും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മൾ വെജിറ്റേറിയനായിട്ട് തന്നെ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എഗ് നൂഡിൽസിലായാലും ഇതൊക്കെ ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ ഇപ്പം അത്യാവശ്യം ഇവിടെ ഇഷ്ടമില്ല, ക്യാപ്സിക്കം ഒന്നും ആർക്കും താല്പര്യമില്ലാത്തത് കാരണം അതൊന്നും ഇറങ്ങിയില്ല. ഇനി ലേശം മുളക് പൊടി, എരിവൊക്കെ അത്യാവശ്യം ആവശ്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എരിവും പുളിയൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇനി അതൊന്ന് മിക്സായിട്ട് ആ ഒരു മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ
ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ എഗ് നൂഡിൽസാണ് ആക്കണത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആ സവാളയൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് നടുവിലേക്ക് നമ്മളുടെ തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അധികം എടുക്കാണ്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 മുട്ട നമുക്ക് നമ്മളുടെ എണ്ണയിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി എന്നിട്ട് നല്ല രീതിയിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള നമ്മളുടെ നൂഡിൽസ് ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ നോക്കാം. അപ്പോൾ നമ്മളുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഗ്യാസൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ഇതാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി സവാളയിലേക്കും ഒക്കെ നമ്മളുടെ മുട്ട ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസ്, അപ്പോൾ ഓൾറെഡി നമ്മളുടെ നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനേക്കാൾ മുന്തി നമ്മൾ കുറച്ച് 1 ടീസ്പൂൺ അടുത്ത് സോയാ സോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോയാ സോസിൽ ഉപ്പുണ്ടെങ്കിൽ അതും നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് 2 നൂഡിൽസാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല, നൂഡിൽസ് വേവിച്ചപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും സവാളയും ക്യാരറ്റും ഒക്കെ എല്ലായിടത്തും എത്തുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ നൂഡിൽസിലുള്ള പൊടി, അപ്പോൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റിലേക്ക് ഒരു എടുത്താൽ മതി. അപ്പോൾ ചെറിയ മക്കൾ കൊടുക്കുമ്പോൾ ഇവിടെ എൻ്റെ മോർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ ഇടാറുള്ളൂ. അപ്പോൾ എന്തോരം വേണമെന്ന് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ എഗ് നൂഡിൽസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ആയിട്ടൊന്ന് ഇളക്കി എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു എഗ് നൂഡിൽസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.